പള്ളിക്കൂദാശ രണ്ടാം ചൊവ്വ. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 53 വാക്യങ്ങളുടെ വിശകലനം. യേശു ജീവന്റെ അപ്പം. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നതിന് ജീവനുണ്ട്. എന്തെന്നാൽ എന്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്. പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. അത് കേട്ട അവന്റെ ശിഷ്യന്മാരിൽ പലരും അവനെ വിട്ടുപോയി. കാരണം അവനെ അയച്ച പിതാവ് ആകർഷിച്ചല്ലാതെ ഒരുവനും അവന്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. പിതാവിന് വരം ലഭിച്ചല്ലാതെ ആർക്കും അവന്റെ അടുക്കൽ വരാൻ കഴിയുകയില്ല. എന്നേക്കും ജീവിക്കാൻ നമുക്കായി എന്നും അറിയപ്പെടുന്ന അപ്പമാണ് വിശുദ്ധ കുർബാന അപ്പം. അയോഗ്യതയോടെ ആ അപ്പം ഭക്ഷിക്കുന്നവർ തങ്ങളുടെ ശിക്ഷാവിധിയാണ് ഏറ്റുവാങ്ങുന്നത്. 1 Corinthians 11:29. ഈ അപ്പം ശാരീരിക ഭക്ഷണത്തെക്കാൾ ആത്മീയ ഭക്ഷണമായിട്ടാണ് വിളമ്പപ്പെടുന്നത്. ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടൊപ്പമായിരുന്നു, യോഹന്നാൻ 1:1. ദൈവത്തോടൊപ്പമായിരുന്ന ആ വചനത്തിന്റെ മാംസരൂപമാണ് അവൻ. ലോകത്തോട് പറഞ്ഞ ഓരോ വഴികളും വചനമാണ്. അതിനാൽ അവന്റെ വചനം പാലിക്കുന്നവരാണ് നിത്യം ജീവിക്കുക. അവർക്കായി യോഗ്യതയോടെ അപ്പം ഭക്ഷിക്കാനാവുക. വചനം പാലിക്കുന്നവർ ജീവിക്കും എന്നത് അപ്പം ഭക്ഷിക്കുന്നവർ ജീവിക്കും എന്ന് പറയുന്നതിന്റെയും അഭേദബന്ധം ഇതാണ്. വചനപാരായണത്തിന് ശേഷം വൈദികർ നടത്തുന്ന വചന ചിന്തനത്തിന്റെ പ്രാധാന്യം ഇതാണ്.